വന്നതല്ലേ, കുറച്ച് വെള്ളം ഇങ്ങ് കൊണ്ടുപോവാ. കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കണി. അല്ലെങ്കിൽ വേണ്ട, നല്ല മേൽത്തരം മീഞ്ഞ തന്നെ ആയിക്കോട്ടെ. ആദ്യം ഒന്ന് പൂസാകട്ടെ. ക്ഷീണിച്ചു വന്നതല്ലയോ. ചുമ്മാ പ്രായമായത് കഴിയാതാലേ. ആട്ടെ മഹോദര, എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ? എന്റെ അച്ഛനും അമ്മമാരും സുഖമായിരുന്നു? പിന്നെ കുഴപ്പമൊന്നുമില്ല, അവരൊക്കെ സുഖമായിരിക്കുന്നു. നീ വാ, എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ ഒരു മണം? ഒരു ഗന്ധകത്തിന്റെ മണം. മാവി, സാത്താൻ എടുത്തു വരുമ്പോഴാ ഈ ഗന്ധകത്തിന്റെ മണം. ഉറപ്പ്. നീ ഇവിടെ ഉള്ളപ്പോ വേറെ ഏത് സാത്താനാ ഇവിടെ വരാൻ? സാത്താന് കഞ്ഞി വെച്ചവരല്ലേ ആ പറഞ്ഞത് സത്യം. ഇവിടെ ചില സാത്താന്മാർ കറങ്ങി നടക്കുന്നുണ്ട്. ഓടി കുട്ടിപ്പിശാചെ. നിന്റെ ബാബ അയ്യൂബ് യഹോവയുടെ പ്രിയപ്പെട്ടവനാ. ആദ്യം സാത്താൻ എന്ത് ചെയ്യാനാ? നീ വാ. അയ്യോ, വയറ്റിൽ കിടന്ന ഒരു ഉരുണ്ട് കയറ്റം. ഓ, വിശന്നിട്ടായിരിക്കും. ഓ, ആർക്കിട്ടാണോ പാര? ഏഷണിയാ, ഏഷണി. ഏഷണി നേരാ. ആ ഗന്ധകത്തിന്റെ മണം വീണ്ടും. വീട്ടിൽ സാത്താൻ കയറാനോ? അതെ, തനിക്കിത് എന്ത് പറ്റി? അത് ശരിയാ. പക്ഷെങ്കില് സാത്താൻ അസൂയ കാണും. പണ്ട് കനാൻ ദേശത്ത് യഹോവ തേനും പാലും ഒഴുക്കിയെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴിവിടെയും അതല്ലേ സ്ഥിതി. പാലും പഴങ്ങളും ഒന്നും ആർക്കും വേണ്ട. സാത്താന് സഹിക്കുവോ? എടി ഗിബയാ, കളിയാക്കണ്ട കേട്ടോ. നീ സൂക്ഷിച്ചോ. സാത്താൻ ഇവിടെ ദൃഷ്ടി പതിപ്പിച്ചു കഴിഞ്ഞു. നിന്റെ കാര്യം പോക്ക. രക്ഷപ്പെടണേ. നീ എന്റെ കൂടെ നിന്നോ. ശരിയാ, ഒരു സാത്താൻ എന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. കളിയാക്കിക്കോ, കളിയാക്കിക്കോ. അല്ല, എനിക്കൊരു സംശയം അതല്ല. നമ്മൾ രണ്ടുപേരും എപ്പോഴും എന്തിനാ ഇങ്ങനെ വഴക്കടിക്കുന്നത്? ഞാൻ ബാബയുടെ സ്വന്തക്കാരൻ, നീ മാവിയുടെ സ്വന്തക്കാരൻ. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചങ്ങ് നിന്നാലുണ്ടല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ നിന്നെ വലിയ ഇഷ്ടമാ. അല്ല, അത് പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു പുതിയ കൃഷി അങ്ങ് തുടങ്ങിയാലോ? അല്ല, അത് പിന്നെ ഞാനൊരു പുതിയ അത്തിപ്പഴ കൃഷി തുടങ്ങുന്ന കാര്യം പറഞ്ഞതാ. അത് കൊള്ളാമല്ലോ. നീ പറഞ്ഞ കൃഷിയുടെ കാര്യം ഒന്നാലോചിക്കുന്നത് തെറ്റില്ല. ഏതായാലും ബാബിക വരട്ടെ, നമുക്ക് ആലോചിക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോട്ടോ? ഇങ്ങോട്ടല്ല, തൽക്കാലം അങ്ങോട്ട് പോ. അയ്യോ,
എന്തിനു വന്നു? എവിടെ നിന്ന് വരുന്നു? ഈ ഞാൻ എന്റെ അധീനത്തിലുള്ള ഭൂമി മുഴുവൻ ഊടാടി സഞ്ചരിച്ചു വരുന്നു. എന്റെ ദാസനായ ഇയ്യോബിന്റെ മേലും നീ ദൃഷ്ടി വച്ചു അല്ലേ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഒരുത്തനുമില്ല. അതെ, അവൻ മാത്രം ഒരു നിഷ്കളങ്കൻ. വേറെയല്ല അവൻ ദൈവഭക്തനായിരിക്കുന്നത്. നീ അവന്റെയും അവന്റെ മക്കളുടെയും അവന്റെ ഭവനത്തിന്റെയും അവരുടെ സകലത്തിന്റെയും മേൽ നിന്റെ കൈ ഉയർത്തി സംരക്ഷിച്ചിരിക്കുന്നു. നീ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ ഇതിനോടകം അവനും എന്റെ വരുതിയിൽ വരുമായിരുന്നു. അതെ, ഇയ്യോബിനെ വശത്താക്കാൻ നീ വൃഥാ ശ്രമിക്കണ്ട. അവൻ യഥാർത്ഥ ദൈവഭക്തനാണോ? ദൈവഭക്തൻ പോലും ദൈവഭക്തൻ. നീ ആ കുറ്റയെ വീട്ടി അവന്റെ സ്വത്തിനൊന്ന് തൊട്ടുനോക്ക്. അവന്റെ സമ്പത്തിൽ അവന്റെ നേട്ടങ്ങളുടെ മേൽ അവന്റെ ജനത്തെ ഒന്ന് കൈവയ്ക്ക്. അപ്പോൾ കാണാം, ആ നിമിഷം അവൻ നിന്നെ തളിപ്പറയും. നിശ്ചയം. ശരി, ഇയ്യോബിനുള്ളതൊക്കെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷെ ഒന്നുണ്ട്, അവന്റെ മേൽ നീ കൈവയ്ക്കരുത്. എത്രയും വേണം ഞാൻ എന്റെ ദൗത്യം നിറവേറ്റി മടങ്ങി വരും. അവൻ നിന്നെ രക്ഷിക്കുന്നത് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. വിരുന്നിന് വിചാരിച്ചത് അധികം ആളുകൾ എത്തിയിട്ടുണ്ടല്ലേ? അതെ, പ്രതീക്ഷിക്കേണ്ട പലരും എത്തിയിട്ടുണ്ട്. കൊട്ടാരത്തിൽ നിന്നും രാജാവിന് മംഗളപത്രമായി ദൂതർ എത്തിയിട്ടുണ്ട്. ശരി, വളരെ നല്ലത്. ആ വടക്ക് ഭാഗത്തുള്ള ശാലയിൽ നീ ശ്രദ്ധിക്കണം. ആർക്കും ഒന്നിനും ഒരു കുറവും സംഭവിക്കരുത്. ഞാനിവിടെ വയ്ക്കാം. നീ അങ്ങോട്ട് ചെല്ലേ. നീ അതിഥികളെ പോയി സ്വീകരിക്കും. ആ, അഭിമന്യു,